ഇന്ന് ഞാൻ മൈലാഞ്ചി ഇടണത് എൻ്റെ അനിയത്തീൻ്റെ കൈമൽ തന്നെയാണ്. ഈ ഒരു ഡിസൈനാണ് ഓള് സെലക്ട് ചെയ്തത്. ഇവൾക്ക് ഞാൻ എത്രയൊക്കെ നന്നായിട്ട് മൈലാഞ്ചിട്ടെടുത്താലും എന്തെങ്കിലും പോരായി ഇവള് കണ്ടെത്തും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇന്നെ തന്നെയാണ് ഓർമ്മ വരിക. എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ഇതുപോലെ തന്നെ. എൻ്റെ താത്ത അത്യാവശ്യം മൈലാഞ്ചിനോണ്ട് തന്നെ പെരുന്നാൾക്ക് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ഓളടുത്തേക്ക് തന്നെ മൈലാഞ്ചിനാൻ വരും. ഫസ്റ്റ് എനിക്ക് ഇട്ടരാന്ന് പറയുമ്പം എല്ലാവരെക്കാളും രസത്തിൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ലാസ്റ്റ് മതി എന്ന് പറയും. എല്ലാവർക്കും ഇട്ടെടുത്ത് ഓള് കുഴങ്ങിയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് എങ്ങനെ ഇട്ടരാന്ന് ഊഹിക്കാലോ. അന്നത്തെ ദിവസം പിന്നെ ഓൾ എനിക്ക് മാത്രം നന്നാക്കി ഇട്ടുന്നില്ല എന്നും പറഞ്ഞ് കരച്ചിലും പീച്ചിലൊക്കെ ആയിരിക്കും. അത് പിന്നെ ഗൾഫിൽ നിൽക്കുന്ന ഉപ്പാൻ്റെ അടുത്ത് വരെ എത്തും. ഇജിൻ്റെ ഇപ്പച്ചിൻ്റെ കുട്ടിക്ക് ചൊറുക്കില്ലാത്ത മൈലാഞ്ചി ഇട്ടെടുത്തെന്ന് ചോദിച്ചാൽ അപ്പം എനിക്കൊരു സമാധാനം കിട്ടും. ഈ ഒരു സീന് ഞങ്ങളെ വീട്ടിൽ അധിക പെരുന്നാക്കും ഉണ്ടാവലുണ്ട്. ഇവളും എൻ്റെ ബാക്കി തന്നെയല്ലേ, അതുകൊണ്ട് ഞാനൊന്നും പറയില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും എൻ്റെ ഡിസൈനും ഇഷ്ടമായാൽ എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. पर ये सब सोचना दिल को यूं